സരോജ്, വിജയുടെ വീട്ടിൽ ഇപ്പോൾ പോലീസ് എത്തിയെന്നുള്ള വാർത്തയാണ് എത്തിയിരിക്കുന്നത്. നീലങ്കരയിലെ വീട്ടിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. സുജിത്, വളരെ വേദനാജനകമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണീരിനൊക്കെ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്? ഇതാരാണ് ഇതിന് മറുപടി പറയുക? കാരണം സ്വന്തം ഉറ്റവരെ, സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ നഷ്ടപ്പെട്ട അമ്മമാരുടെ തേങ്ങലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ജലി, ആ ചോദ്യത്തിന് എന്തായാലും നമുക്ക് ആർക്കും മറുപടിയില്ലല്ലോ. സമാനതകളില്ലാത്ത ദുരന്തം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയഭേദകമാണ് അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ. ആശുപത്രിയുടെ മുറ്റത്തേക്ക് കൂട്ടം കൂട്ടമായി നൂറുകണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവരുടെ മരിച്ചവരുടെയൊക്കെ ബന്ധുക്കളുടെ ദീനവിലാപമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, ബന്ധുക്കൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന വലിയ അനിശ്ചിതത്വം, ആ വേദനയുടെ ആഴം ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, ഇവർ ആശുപത്രിക്കുള്ളിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വിലപിക്കുകയാണ് സ്ത്രീകൾ. പോലീസ് മെഗാഫോണും മറ്റുമായി ആളുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥിരീകരിക്കാത്ത വിവരമാണ്. ആ വാർത്ത ഉടൻ സ്ഥിരീകരിച്ച് എത്തേണ്ടതുണ്ട്. അതായത് ഈ അപകടത്തിൽപ്പെട്ടവരിൽ 2 പോലീസുകാരും 2 വനിതാ പോലീസുകാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നു. അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പൂർണ്ണ സ്ഥിരീകരണത്തോടെ പറയാൻ പറ്റും. മാധ്യമപ്രവർത്തകരും ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഈ അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം സുരക്ഷിതമായ സ്ഥലത്ത് ചെന്നൈയിൽ എത്തിയതിനു ശേഷം ട്രിച്ചി വിമാനത്താവളത്തിലേക്കാണ് വിജയ് ആദ്യം പുറപ്പെട്ടത്. അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല മണിക്കൂറുകൾ
മണിക്കൂറുകളോളം ഇതിൽ ട്രിച്ചി എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിൽ എത്തിയതിനു ശേഷം വിജയൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. താങ്ങാനാകാത്ത ദുഃഖത്തിൽ ഞാൻ തകർന്നിരിക്കുകയാണ്, പറഞ്ഞറിയിക്കാനാകാത്ത ഹൃദയവേദനയിലാണ്, അപകടത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബത്തിനൊപ്പമാണ് എന്നും മറ്റും അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. വലിയ ദുഃഖവും അനുശോചനവും അവർ രേഖപ്പെടുത്തുന്നു. ഒപ്പം എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇവരുടെ അപകടത്തിൽപ്പെട്ടവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി ഇറങ്ങണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയുടെ വീട്ടിൽ പോലീസ് എത്തി എന്നുള്ള കാര്യമാണ്. ചെന്നൈ നീലാങ്കരയിലെ വിജയുടെ വീടിൻ്റെ സമീപത്ത് ഇപ്പോൾ ഓൾറെഡി അവിടെ വലിയ സുരക്ഷയുള്ള സ്ഥലമാണ്, 3 ടയർ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ ദിവസം അവിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഒരാൾ ആ വീടിൻ്റെ ഉള്ളിൽ കടന്ന് അതിൻ്റെ മട്ടുപ്പാവോളം എത്തിയത് വാർത്തയായിരുന്നു. അതിനുശേഷം സുരക്ഷ കൂട്ടിയിരുന്നു. ഇപ്പോൾ വിജയുടെ വീട്ടിൽ പോലീസ് എത്തി. നീലാങ്കരയിലെ വീടിന് ചുറ്റും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വൈകാരികമായ പ്രതികരണമോ ആക്രമണങ്ങളോ മറ്റോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഒരുപക്ഷെ വിജയ്ക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും പോലീസ് നീങ്ങിയേക്കാമെന്നും ഉള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് അത്തരമൊരു നടപടിയിലേക്ക് ഈ രാത്രി കടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്താണ് പോലീസിൻ്റെ നീക്കം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രി മുതൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മുതൽ എല്ലാവരും ഈ വലിയ ദുരന്തത്തിൽ, രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നടന്ന ദുരന്തങ്ങളിൽ വെച്ച് ഒരുപക്ഷെ ഭീകരാക്രമണമോ മറ്റോ ഒക്കെ മാറ്റി നിർത്തിയാൽ മതസമ്മേളനങ്ങളിലും മറ്റും വലിയ സ്റ്റാമ്പേഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പരിപാടിക്കിടയിൽ നടന്ന ഒരു ആൾക്കൂട്ട ദുരന്തത്തിൽ ഏറ്റവും വലുത് ഒരുപക്ഷെ ഇത് തന്നെയാകാം, അല്ലെങ്കിൽ വലുതിലൊന്നിതാകാം. സമീപകാലത്ത് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖകരമായ ദുരന്തം ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ അനുശോചിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK തന്നെ വിജയിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. VCKയുടെ പ്രതികരണം, തിരുമാവളവൻ MP യുടെ പ്രതികരണം അല്പം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും കുറ്റപ്പെടുത്തുകയാണ് VCKയെ ഈ ഒരു പിന്നോട്ടമില്ലാതെ, വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ ഇത്ര വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ഈ പരിപാടി നടത്തിയതിൽ. CPIM പറഞ്ഞിരിക്കുന്നത് കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കണമെന്നാണ്. ഒരേ സമയം ഈ VCKയെയും അതേപോലെ വിജയിൻ്റെ പാർട്ടിയെയും DMKയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് BJPയുടെ അടക്കം പ്രതികരണം വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രതികരണം പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വിജയുടെ പാർട്ടിയെയും വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വലിയ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വിജയ്ക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതു തന്നെയാണ്.